എറണാകുളം അങ്കമാലി അതിരൂപത സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയയുടെ നേതൃത്വത്തിൽ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അന്തർദേശീയ ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു. ഉമാ തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. കളമശ്ശേരി സെന്റ് ജോസഫ് ഇടവകയുടെ സഹകരണത്തോടെ പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ അതിരൂപത ബിഷപ്പ് എമെരിറ്റസ് മാർ തോമസ് ചക്യത്ത് അധ്യക്ഷനായി. ഭിന്നശേഷിക്കാരുടെ കഴിവുകൾ കണ്ടെത്താനും അവ വളർത്തി ജീവിത വിജയം നേടിയെടുക്കാൻ പ്രാപ്തരാക്കാനുമുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിദേശത്ത് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് സ്വിറ്റ്സർലൻഡിൽ ഒരു സ്ഥാപനത്തിൽ പോവുകയുണ്ടായി. അവിടെ ഒരു പെൺകുട്ടി, ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയുണ്ട്. അവർക്ക് 3 നേഴ്സുമാരാണ് ഗവൺമെൻറ് നിയോഗിച്ചിരിക്കുന്നത്. 8 മണിക്കൂർ വീതം ആ കുട്ടിയുടെ കൂടെ തന്നെ ഉണ്ടാകും. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു നേഴ്സ് കൂടെ താമസിക്കുന്നതിനുള്ള ഏർപ്പാടാണ് ആ സർക്കാർ ചെയ്തിട്ടുള്ളത്. ആ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ലക്ഷണമാണ്. നമ്മുടെ രാജ്യത്ത് അങ്ങനെയുള്ള കണക്കുകൂട്ടലുകളൊന്നും ഫലവത്താക്കി ഇല്ലാതെ പോകുന്നത് ദുഃഖകരമാണ്. അങ്ങനെയൊരു അവസരം ശ്രീമതി ഉമ്മ തോമസ് ഉള്ളതുകൊണ്ട് എനിക്കത് പറയാൻ ആഗ്രഹമുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തുള്ള ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടിയിട്ട് പണം ചെലവഴിക്കുവാൻ നമുക്കുണ്ടാകണം. ജില്ലാ ജഡ്ജി RR രജിത ഭിന്നശേഷി ദിന സന്ദേശം നൽകി. ഭിന്നശേഷി രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സ്കൂളിനുള്ള പുരസ്കാരം കൂനമ്മാവ് സെന്റ് ജോസഫ് ഫാത്തിമ സ്കൂൾ ഏറ്റുവാങ്ങി. ഭിന്നശേഷി മേഖലയിലെ മികച്ച സേവനത്തിന് സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയ റോബിൻ ടോമിയെ യോഗത്തിൽ ആദരിച്ചു. മികച്ച സംരംഭകത്വ പ്രവർത്തനം നടത്തുന്ന ഭിന്നശേഷിക്കാർക്കുള്ള അവാർഡ് റിക്സി റാഫേൽ, ശാന്ത വർഗീസ്, ജെസി ഉറുമീസ് എന്നിവർക്ക് സിനിമാ സീരിയൽ താരം ഹരിശ്രീ മാർട്ടിൻ സമ്മാനിച്ചു. സഹൃദയ സ്പർശൻ ഫെഡറേഷൻ അംഗങ്ങളായ 300-ലേറെ ഭിന്നശേഷിക്കാർ പങ്കെടുത്ത പരിപാടിയിൽ ഡോക്ടർ മാണി പോൾ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വിവിധ സ്പെഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവള്ളിൽ, കളമശ്ശേരി ഇടവക വികാരി ഫാദർ തോമസ് പേരെപ്പാടൻ, സഹൃദയ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിബിൻ മനയംപിള്ളി, കൈക്കാരൻ ആന്റണി പരിമളത്ത്, സഹൃദയ സ്പർശൻ ഫെഡറേഷൻ പ്രസിഡന്റ് VG അനിൽ എന്നിവർ സംസാരിച്ചു. സിറ്റി വോയ്സ്, കൊച്ചി.